നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 നവംബർ 6, 7 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ നവംബർ 6 രാവിലെ 11:47 AM മുതൽ നവംബർ 8 രാവിലെ 11:14 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ദയവേത് ഫോൺ വിളിക്കരുത്. എൻ്റെ ഫോൺ നമ്പർ, വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇത് ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് സൂര്യൻ, ചൊവ്വ, ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. സൂര്യനും ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. ഇവർക്ക് അനുകൂലമായിട്ടുള്ളത് 3 ഗ്രഹങ്ങളാണ്: സർപ്പം, ശിഖി, ബുധൻ. അതേസമയം മറ്റുള്ള ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു, 3 ഗ്രഹങ്ങൾ. അപ്പോൾ അത് പൊതുവെ ഇവർക്ക് അനുകൂലമല്ലാത്ത ഗ്രഹങ്ങൾ 6 എണ്ണമുണ്ട്. അതെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ്: ശനി, വ്യാഴം, സൂര്യൻ, ചൊവ്വ. ശുക്രനും ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം ഇവർക്ക് ഒന്നുകിൽ പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമാണ്. ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളില്ല. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് ഞങ്ങൾ പറയുന്നെങ്കിലും കാര്യമായ നേട്ടങ്ങളില്ലാത്ത ദിവസങ്ങളാണ്. മറ്റ് ദിവസങ്ങളിലേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കാൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ചൊവ്വ മാത്രമാണ്. അത് ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കാം. അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിൽ ഇവർക്ക് ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത പൊതുവെ ഉണ്ടായിരിക്കും. എങ്കിലും അതിനൊരു കുറവ് അനുഭവപ്പെടാം. സാങ്കേതിക രംഗത്ത് ഇവർക്ക് മെച്ചം കാണുന്നു. തൊഴിൽപരമായിട്ട് തുലാമാസം മുഴുവൻ ഇവർക്ക് നേട്ടമുണ്ടാവും. തൊഴിൽപരമായിട്ട് പിതൃഗുണം, സന്താന നേട്ടം. എങ്കിലും ഇവർക്ക് അത്യാവശ്യം ഒരു കുറവ് അനുഭവപ്പെടും. ഒരു പൂർണ്ണത എന്ത് കാര്യത്തിനും കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മിഥുനം രാശി. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ ഇവർക്ക്
12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശനിയും അനുകൂലമല്ല. അപ്പോൾ ശനിയാഴ്ച വരെ തീർച്ചയായിട്ടും മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ്. ഇവർക്ക് ശനി പ്രതികൂലമാണ്, പൂർണ്ണമായിട്ടും അല്ലെങ്കിലും. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചന്ദ്രൻ ഇവിടെ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഗുണാധിക്യമൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ കഴിവതും ഇവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ മാറ്റിവെക്കുന്നതാണ് നല്ലത്. എങ്കിലും ഇവർക്ക് വ്യാഴം 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് അത്യധികം ഗുണാധിക്യമായിട്ട് നിൽക്കുകയാണ്. കാരണം അവിടെ വ്യാഴം ഉച്ചരാശിയിലുമാണ്, കർക്കിടകം രാശിയിൽ. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. ശുക്രനും അനുകൂലമാണ്. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ദൈവാധീനമുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടങ്ങളുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. പ്രതികൂലമായിട്ട് ഇവർക്ക് ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുദിനം. സർപ്പം അഥവാ രാഹു, അതുപോലെ തന്നെ വ്യാഴവും പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച വരെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നും അല്ല. എങ്കിലും പൊതുവെ ഇവർക്ക് പ്രതികൂലങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ കുറവായതുകൊണ്ട് നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് പറയാം. ഡയറക്റ്റായിട്ട് ശുക്രനും ചന്ദ്രനുമേ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. പൊതുവെ ഇവർക്ക് അത്ര വലിയ മെച്ചപ്പെട്ട, എന്നാൽ ദോഷകരമൊന്നുമല്ല എങ്കിലും സാധാരണ ദിവസങ്ങൾ പോലെ വലിയ നേട്ടങ്ങളില്ലാതെ ഈ ദിവസങ്ങൾ കടന്നു പോകും. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിലും 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, അതുപോലെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് ഈ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായതുകൊണ്ട് ശരിക്കും 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത ഇവർക്ക് ലഭിക്കാൻ സാധ്യതയില്ല. എങ്കിലും ഇവർക്ക് തുലാം മാസം മുഴുവൻ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകും. പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്ത്, ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച. പിന്നെ ചന്ദ്രൻ അനുകൂലമായതുകൊണ്ട് പൊതുവെ ഇവർക്ക് അല്പം ആശ്വാസം, ശാരീരിക മാനസിക ആശ്വാസം ലഭിക്കും. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് ഞങ്ങൾ ഫലം പറയുന്നു. ഇനി കന്നി രാശി, ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണാധിക്യമാണ്. ശനി മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്.
ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ജീവിത പങ്കാളിക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നെന്ന് വരാം. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ ശുക്രന് അനുകൂലമാണ്. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ എല്ലാം ലഭിക്കും. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ചയുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ്. ഇവിടെ ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യാതിരിക്കുക. ഇനിയും ഇവർക്ക് നല്ല സമയം വരും. 6-7 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇവർക്ക് ചൊവ്വയും വ്യാഴവും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. സൂര്യൻ ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. സൂര്യൻ മാത്രമാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ജന്മത്തിലാണ്. അത് ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം ഈ ദിവസങ്ങളിൽ. എങ്കിൽ ഇവർക്ക് ശനി 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. സർപ്പവും ശിഖിയും അനുകൂലമാണ്. ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കൾ അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറാൻ സാധ്യത. എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ചന്ദ്രൻ ഇവിടെ പ്രതികൂലമായതുകൊണ്ട് അതിനൊക്കെ ഒരു ചെറിയ കുറവുണ്ടാവും. പിന്നെ സാങ്കേതിക മികവുമുണ്ട്. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. നിയമപരമായ പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉടലെടുക്കാം. ഒരു ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ലഭിക്കാം. പൊതുവെ ഈ പറഞ്ഞ വ്യാഴത്തിൻ്റെ ശുക്രൻ്റെയും പൂർണ്ണമായ ഒരു ഫലം, അനുഗ്രഹം ഇവർക്ക് കിട്ടാൻ സാധ്യതയില്ല. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വൃശ്ചികം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് ശനി, വ്യാഴം, ചൊവ്വ, ബുധൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. സൂര്യൻ ഇവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അത് തുലാമാസം മുഴുവൻ ഇവർക്ക് നേട്ടമുണ്ടാക്കും. തൊഴിൽപരമായിട്ട് പിതൃഗുണം, സന്താന നേട്ടം, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്ത് ഉയർച്ച. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. പൊതുവെ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലം. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം.
മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് കാര്യമായ പ്രതികൂലമായ ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. സർപ്പം, ചന്ദ്രൻ, ശുക്രൻ ഇവ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമാണ്, അത് ശ്രദ്ധിക്കുക. അതായത് ശനി, വ്യാഴം, സൂര്യൻ, ചൊവ്വ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ, ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരുമിച്ച് ഇവർക്ക് അനുകൂലമാണ്. ഡിസംബർ 5 മുൻപായിട്ട് ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ടാവും. ദൈവാധീനമുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് വരും. ഭൗതിക സുഖങ്ങൾ, തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ചയുണ്ടാവും. ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും. പൊതുവെ മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. കാരണം പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നും തന്നെയില്ല. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് ശനിയും വ്യാഴവും സർപ്പവും പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതം എടുത്ത് ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരാനുള്ള സാധ്യത. ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. രാഷ്ട്രീയ രംഗത്ത് അതുപോലെ തന്നെ പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അത് മറികടക്കാൻ പറ്റും. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി, പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് പ്രണയ ജീവിതത്തിൽ കാര്യമായ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ലഭിക്കാം. ഇവർക്ക് ശനി ജന്മശനിയാണ്. സൂര്യൻ അഷ്ടമത്തിലാണ്. സർപ്പം 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഇവർ എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. നവംബർ 6-ാം തീയതി രാവിലെ 4:47 AM മുതൽ രാവിലെ 5:35 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 6-ാം തീയതി. 7-ാം തീയതി മാറ്റമുണ്ട്. രാവിലെ 4:48 AM മുതൽ 5:36 AM വരെയാണ് 7-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 6-7 തീയതികളിൽ രാവിലെ 11:47 AM മുതൽ ഉച്ചയ്ക്ക് 12:33 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ്. 6-7 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. അതുപോലെ തന്നെ രാഹുകാലം 6-ാം തീയതി
നവംബർ 6-ാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് 1:37 PM മുതൽ വൈകിട്ട് 3 മണി 3 മിനിറ്റ് PM വരെയാണ് 6-ാം തീയതി രാഹുകാലം. 7-ാം തീയതി രാവിലെ 10:43 AM മുതൽ ഉച്ചയ്ക്ക് 12:10 PM വരെയാണ് 7-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 6-11-2025 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 1, 2, 9, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 7-11-2025 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 7, 1, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 6-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അതുപോലെ 7-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.